ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന 15 സെൻറ്റൻസ് ആണ്. 15 സെൻറ്റൻസ് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കും. ഓക്കെ, അപ്പം എനിക്കറിയാം നിങ്ങൾ നല്ല ബിസിയാണ്, അതുകൊണ്ട് നമ്മൾ അധികം സമയം വൈകാതെ 10 മിനിറ്റ് കൊണ്ട് 15 സെൻറ്റൻസ് പഠിക്കാൻ പോവാണ്. ബുക്കും പേനയൊക്കെ കയ്യിലെടുത്തോ, നമുക്കത് തുടങ്ങിയേക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ്, ഈ കാലത്ത് ഒരു മഴയൊക്കെയുള്ള സമയമാണ് അല്ലേ. പല കാലാവസ്ഥ പ്രവചനക്കാരും പല രീതിയിലൊക്കെ കാലാവസ്ഥയെ പ്രവചിച്ച് കൊളാക്കുന്നൊക്കെ സമയമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ, ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? എങ്ങനെയാണെന്നറിയോ? വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ ചോദിക്കാം. വാട്ട്സ് ദ വെദർ ലൈക്ക് ടുഡേ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? വാട്ട്സ് ദ വെദർ ലൈക്ക് ടുഡേ? എഴുതിയെടുക്കാത്തവർ വേഗം എഴുതിയെടുത്തോ. വാട്ട്സ് ദ വെദർ ലൈക്ക് ടുഡേ? ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. നമ്മൾ രാവിലെ ഭയങ്കര സ്പീഡായിട്ട് വാക്കുകളൊക്കെ തീർക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആത്മകഥ നടത്താറുള്ള കാര്യമാണ്. അയ്യോ, വേഗം പണിയൊന്നും തീർത്തില്ലെങ്കിൽ എനിക്കിന്ന് ബസ് കിട്ടില്ല, ജോലിക്ക് പോകാനായിട്ട് എനിക്ക് ബസ് പിടിക്കണം എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? ഐ ഹാവ് ടു ക്യാച്ച് ദ ബസ് ടു വർക്ക്. ഓക്കെ, എന്നിങ്ങനെ പറയാം. ഐ ഹാവ് ടു ക്യാച്ച് ദ ബസ് ടു വർക്ക്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഐ ഹാവ് ടു ക്യാച്ച് ദ ബസ് ടു വർക്ക്. ഓക്കെ, ബസ്സിന് കയറി പിടിക്കാന്നല്ല, ബസ്സിൽ കയറി പോകണം ജോലിക്ക് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജോലിക്ക് പോകാനായിട്ട് ബസ് എടുക്കണം എന്ന് പറയുകയാണ്. ഐ ഹാവ് ടു ക്യാച്ച് ദ ബസ് ടു വർക്ക്. മൂന്നാമത്തെ സെൻറ്റൻസ് അമ്മമാർക്ക് അപ്പന്മാർക്കും ഉള്ളതാട്ടോ. മക്കളോട് ഇടയ്ക്കിടയ്ക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും, എടാ നീ ഹോംവർക്ക് തീർത്തോ, ഇന്നിൻ്റെ ഹോംവർക്ക് ചെയ്ത് തീർത്തോ എന്ന് ചോദിക്കും. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കുക? വളരെ സിമ്പിളാണ്. അതായത് ഇങ്ങനെ ചോദിച്ചാൽ മതി, ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഓക്കെ, ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക് എന്നും നമുക്ക് ചോദിക്കാം കേട്ടോ. ഒന്നല്ലെങ്കിൽ ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക് എന്ന് ചോദിക്കാം. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. നമ്മുടെ നാലാമത്തെ സെൻറ്റൻസ് ആട്ടോ. എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു. ജോലിയൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും വല്ലാത്ത ക്ഷീണം തോന്നുന്നു എന്ന് പറയും. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റുക? ഐ എം ഫീലിംഗ് ടയർഡ് ടുഡേ. ഓക്കെ, എങ്ങനെ പറയാം? ഐ എം ഫീലിംഗ് ടയർഡ് ടുഡേ. ഓക്കെ, ഐ എം ഫീലിംഗ് ടയർഡ് ടുഡേ. ഓക്കെ, എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നണമെന്ന്, എനിക്ക് വല്ലാത്ത ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്യണം എന്ന് പറയാണ്. ഐ എം ഫീലിംഗ് ടയർഡ് ടുഡേ. ഇനി നമുക്ക് അഞ്ചാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. സിനിമ ഒരുപാട് പേരുടെ ഇഷ്ടമുള്ള വിഷയമാണ്. നമ്മൾ പലപ്പോഴും സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, ഏതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കുക വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് ഇങ്ങനെ ചോദിച്ചാൽ മതി, വാട്ട്സ് യുവർ ഫേവറേറ്റ് മൂവി? ഓക്കെ, വാട്ട്സ് യുവർ ഫേവറേറ്റ് മൂവി? ഓക്കെ, വാട്ട്സ് യുവർ ഫേവറേറ്റ് മൂവി? ഫുഡ് എന്താണെന്ന് ഇതുപോലെ തന്നെ ചോദിക്കാം, വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഓക്കെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കായിക വിനോദം എന്താണെന്ന് ചോദിക്കാം, വാട്ട്സ് യുവർ ഫേവറേറ്റ് സ്പോർട്ട് എന്നൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. എങ്ങനെ? വാട്ട്സ് യുവർ ഫേവറേറ്റ്. ഇനി നമുക്ക് ആറാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഓക്കെ, ഒരു നാടക ഡയലോഗൊക്കെ ആയിട്ട് സാമ്യമുള്ള സെൻറ്റൻസ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. എന്താണെന്നറിയോ? ഞാൻ ചെയ്ത തെറ്റിൽ ഞാൻ ഖേദിക്കുന്നു. ഓക്കെ, ഒരു വലിയ ക്ഷമാപണം നടത്തുകയാണ്. ഒരു നാടക ഡയലോഗ് പോലെ, ഞാൻ ചെയ്ത തെറ്റിൽ ഞാൻ ഖേദിക്കുന്നു. ഇത് നാടകത്തിൽ മാത്രമല്ല, റിയൽ ലൈഫിൽ നമുക്ക് നല്ല വൃത്തിക്ക് പറയാം. എങ്ങനെയാണെന്നറിയോ? ഇത് ഇങ്ങനെ, ഐ എം സോറി ഫോർ ദ മിസ്റ്റേക്ക് ഐ മെയ്ഡ്. എങ്ങനെയാ പറയാ? ഐ എം സോറി ഫോർ ദ മിസ്റ്റേക്ക് ഐ മെയ്ഡ്. ഓക്കെ, ഞാൻ ചെയ്ത തെറ്റിൽ ഞാൻ ഖേദിക്കുന്നു. ഐ എം സോറി ഫോർ ദ മിസ്റ്റേക്ക് ഐ മെയ്ഡ്. ഇന്നത്തെ വൈകിട്ടത്തെ ഡിന്നറിന് നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. പിസ്സയല്ല, പിസ്സ. ഓക്കെ, പിസ്സ എന്നാണ് നമ്മൾ പലരും വായിക്കേണ്ടത് എങ്ങനെയാണ്? പിസ്സ എന്നാണ്. ഓക്കെ, അപ്പൊ ഡിന്നറിന് നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. ഓക്കെ, എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ്സ് ഓർഡർ പിസ്സ ഫോർ ഡിന്നർ. ഓക്കെ, എങ്ങനെ പറയാം? ലെറ്റ്സ് ഓർഡർ പിസ്സ ഫോർ ഡിന്നർ. ലെറ്റ്സിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ട് നമ്മൾ മുന്നേ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് കാണാത്തവരൊക്കെ ഒന്ന് കാണണം. വളരെ സിമ്പിളായിട്ട് പറയാം. എങ്ങനെ? ലെറ്റ്സ് ഓർഡർ പിസ്സ ഫോർ ഡിന്നർ. നീ ആ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ നീ ആ ഷോയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് വാച്ച് ചെയ്തു? ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ ആ വെബ് സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടോ, നീ ആ ഷോയുടെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടോ എന്നൊക്കെ. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക? ഡിഡ് യു വാച്ച് ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് ദാറ്റ് ഷോ? ഡിഡ് യു വാച്ച് ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് ദാറ്റ് ഷോ? ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഡ് യു വാച്ച് ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് ദിസ് വെബ് സീരീസ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഈ കഴിഞ്ഞ വെബ് സീരീസിൻ്റെ അല്ലെങ്കിൽ ഷോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടോ? ഓക്കെ, എനിക്ക് നാളെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പം പലപ്പോഴും നമ്മൾ ലീവൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുളിക്കുന്നോട് പറയും നാളെ ലീവാണ്, നാളൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്ന് പറയും. ഓക്കെ, ഇപ്പം നമുക്കൊക്കെ പല്ലിന് കംപ്ലൈൻ്റ് ആണ്, എല്ലാവർക്കും പല്ലിന് ഇഷ്യൂസൊക്കെ ഉള്ളൊരു സമയമാണ്. ഡെൻറ്റിസ്റ്റുകളുടെ അടുത്ത് ആളുകൾ ക്യൂ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാവ് എ ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻറ്റ് ടുമോറോ. ഓക്കെ, എങ്ങനെയാണ് പറയാം? ഐ ഹാവ് എ
dentist appointment tomorrow. Okay, I have a dentist appointment tomorrow. ഞാൻ ഈ പറയുന്ന സെൻറ്റൻസസ് ഒക്കെ എഴുതിയെടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. കറക്റ്റായിട്ട് എഴുതിയെടുത്തേക്കണം, കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തേക്കണം. അടുത്ത സെൻറ്റൻസിലേക്ക് നമുക്ക് പോകാം. ഒരു നല്ല റെസ്റ്റോറൻറ്റ് എനിക്ക് സജസ്റ്റ് ചെയ്യാവും. എൻ്റെ ഒരുവിധ സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അവരുടെയൊക്കെ വിചാരം ഞാൻ സ്ഥിരം റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കണതെന്നാണ്. നാട്ടിലുള്ള റെസ്റ്റോറൻറ്റ് മുഴുവൻ എനിക്കറിയാവുന്നതാണ് അവരുടെ ഒരു ഭാഷ്യം. അവർ പലപ്പോഴും ചോദിക്കും, ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് റെസ്റ്റോറൻറ്റ്, ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് റെസ്റ്റോറൻറ്റ്. അവർ പറയണതിലും കുറേ സത്യമുണ്ട്. ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ചോദിക്കുക, ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് റെസ്റ്റോറൻറ്റ്, ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഹോട്ടലല്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇപ്പോഴും പറയാം റെസ്റ്റോറൻറ്റ് എന്നാണ്. ഇനി നമുക്ക് 11ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ചൂടുകാലം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പല ആവർത്തി കുളിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കുളിയും കൂടി കുളിക്കും. ഇതൊന്നും ഇല്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ. അവരുടെ കാര്യമല്ല പറയണേ. ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കും എന്ന് പറയാണ് ഒരു കൂട്ടുകാരനോട്. ഇങ്ങനെ പറയാം, I'll take a shower before bed. I'll take a shower before bed. ഓക്കെ, ബെഡിൽ പോകുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് കുളിക്കും. I'll take a shower before bed. ഇനി നമ്മൾ 12ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. എൻ്റെ അമ്മയും ഭാര്യയൊക്കെ ഡെയിലി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോഗിന് പപ്പിക്കൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഓർത്തോ ഓക്കെ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചില്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. പക്ഷേ വീട്ടിലുള്ള ജന്തുജാലങ്ങൾക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കണമെന്നുള്ളതാണ് നിയമം. എങ്ങനെ നമുക്കതൊക്കെ ഇംഗ്ലീഷ് ചോദിക്കാം? നമ്മൾ ഈ സെയിം ചോദ്യം നമ്മുടെ വീട്ടിൽ പലപ്പോഴും മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും അപ്പനമ്മമാരോടൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. എങ്ങനെ നമുക്കത് ചോദിക്കാം? Did you remember to feed the dog? Okay, did you remember to feed the dog? Okay, did you remember to feed the dog? ഞാൻ 10 മിനിറ്റിനുള്ളിൽ എത്തൂട്ടോ. നമ്മുടെ 13ാമത്തെ സെൻറ്റൻസ് ആണ് ഇത്. ഞാൻ സ്ഥിരം പറയാറുള്ള ഡയലോഗാണ്. എൻ്റെ ബിസിനസ് പാർട്ട്ണറുടെ അടുത്ത്, ജിജോയുടെ അടുത്ത്. ജിജോ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, മേഡം ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അവന് വിഷമാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തും എന്ന് പറയും. ഓക്കെ, എങ്ങനെയാണ് നമുക്കിത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? അവനവിടെ ക്യാമറയുടെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? I'll be there in 10 minutes. ഓക്കെ, ഈ സെൻറ്റൻസ് വേറെ ഒരു സെൻറ്റൻസ് ആർക്കും ഉപകാരപ്പെട്ടില്ലെങ്കിലും നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇത് നമ്മൾ സ്ഥിരം പറയണതാണ്. എങ്ങനെ? 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും എന്ന് പറയും. ഓക്കെ, എങ്ങനെ? I'll be there in 10 minutes. ഓക്കെ, I'll be there in 10 minutes. ചില കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്, അവരിങ്ങനെ പറയുന്ന സമയത്ത് ബെഡിൽ നിന്ന് ഇങ്ങനെ കണ്ണ് തുറന്നിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ ഭാഷയും 10 മിനിറ്റ് കൊണ്ടാവുന്നതാണ്. പക്ഷെ 10 മണിക്കൂർ നമ്മൾ അവർ പോസ്റ്റാക്കി കളയും. ഓക്കെ, I'll be there in 10 minutes. ഇനി നമ്മൾ 14ാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം. ഇത് നല്ല തലവേദനയാണ്, ഇതൊന്ന് റെസ്റ്റ് വേണം എന്ന് പറയും. ഇല്ലേ, തലവേദന വന്ന് ആരെങ്കിലും ഒച്ചയെടുക്കണത്, ബഹളം എടുക്കണതോ അല്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുന്നതോ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് നല്ല തലവേദനയാണ്, ഒന്ന് റെസ്റ്റ് വേണം എന്ന് പറയും. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? I have a headache, I need some rest. ഓക്കെ, ഇങ്ങനെ പറയാം, I have a headache, I need some rest. ഓക്കെ, ഈ മലയാളത്തിൽ പറഞ്ഞിട്ട് തലവേദന എടുക്കുമ്പോൾ മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാകാത്തവരുടെ അടുത്ത് ഇംഗ്ലീഷിലും കൂടി പറഞ്ഞേക്ക്. എങ്ങനെ? I have a headache, I need some rest. ഇനി നമ്മൾ അവസാനത്തെ 15ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. ഞാൻ ഈ വീക്കെൻഡിൽ എൻ്റെ പാരൻസിനെ കാണാനായിട്ട് പോവാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത് നിന്ന് അകന്നാണ് ജീവിക്കണമെന്ന് വിചാരിക്കും. വീക്കെൻഡിൽ പലരും പാരൻസിനെ കാണാനായിട്ടൊക്കെ പോകും. ഇങ്ങനെ നമുക്ക് കൂട്ടുകാരോട്, ഫ്രണ്ട് സർക്കിളിലുള്ളവരോടൊക്കെ ഇംഗ്ലീഷിൽ പറയാം, I'm going to visit my parents this weekend. Okay, I'm going to visit my parents this weekend. Okay, ഇങ്ങനെ പറയാം, I'm going to visit my parents this weekend. Okay, I'm going to visit my parents this weekend. Okay, അപ്പോൾ നമ്മൾ 15 സെൻറ്റൻസസ് പഠിച്ചു കഴിഞ്ഞു. 15 നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തേക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആളില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ആക്സെൻറ്റയിൽ നിങ്ങളുടെ കൂടെ 25 മിനിറ്റ് എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് തരാനായിട്ട് ഞങ്ങളുടെ ട്രെയിനേഴ്സൊക്കെ എവർ റെഡിയാണ്. വളരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ പ്രാക്ടീസ് സെഷൻസ് മുഴുവൻ എടുക്കാം. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. IELTSഉം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാം. പ്രഗത്ഭരായ ട്രെയിനേഴ്സിൻ്റെ അടുത്ത്, നമ്മുടെ കൂടെയുള്ള ട്രെയിനേഴ്സ് എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് മനോഹരമായിട്ട് 4 സ്കില്ലിലും നല്ല പ്രാക്ടീസ് എടുത്ത് നല്ല സ്കോർ നേടാം. ധൈര്യമായിട്ട് ചാലക്കുടിയിൽ നിങ്ങൾക്ക് താമസിച്ച് IELTS ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിലും IELTS പഠിക്കാനാണെങ്കിലും ഞങ്ങളൊപ്പം ജോയിൻ ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linto.